ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശു കർത്താവ് ഒരു രാജകീയമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ രാജകീയമായിട്ടുള്ളതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ യേശു പറയുന്ന 26-ാം അധ്യായം ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി. യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു. എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു. യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്ക വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിലൊഴിച്ചു. ശിഷ്യന്മാർ ഇത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവെന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കമുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലതാണ്. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകും. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ല അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അന്ന് 12 ഒരുത്തനായ യൂദ ഇസ്കരിയോത്താവോ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ച് പോന്നു. യേശു കർത്താവ് ഒരു രാജാവാണെന്നുള്ളതിൻ്റെ അതിന് പ്രവേശനത്തിന് കഷ്ടപ്പാടുണ്ട്. ഒരു കഷ്ടപ്പാടില്ലാതെ ഒരാൾ രാജാവാകാനൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ ഏതെങ്കിലും നമ്മളെക്കാൾ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം വിജയിപ്പിക്കണമെങ്കിൽ ധാരാളം കഷ്ടപ്പെടണം. ആ കഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്കതിൽ പൂർണ്ണ വിജയം പ്രാപിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു കർത്താവിനെ അവർ കൊടുക്കാനും പിടിക്കാനും നോക്കുമ്പോഴാണ്, പെരുന്നാളാണ്, ആൾ കൂടുതലാണ്, അതിൻ്റെ ഇടയിൽ ഇവനെ പിടിച്ച് കുഴപ്പമുണ്ടാക്കരുത്. അങ്ങനെ വന്നപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ തന്നെ ഇവനെ ഒറ്റിക്കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവിടെ ഒരു സ്ത്രീ ചെയ്ത ഈ ദൗത്യം യേശു പറയുന്നത്, കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് യാഗം കഴിക്കേണ്ട യാഗവസ്തു അത് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള അഭിഷേകത്തിൻ്റെ ആ വലിയ ഒരു അനുഭവമാണ് ആ സ്ത്രീ ചെയ്യുന്നത്. ദരിദ്രരെ ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദരിദ്രർ എപ്പോഴും നമുക്കുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുവാൻ, ദരിദ്രർക്ക് അവരോട് പക്ഷം കാണിക്കുവാനും ഒരുപോലെ സാധിച്ച് മുൻപോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അത് യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ആ ഒന്നാമത്തെ തുടക്കമാണെങ്കിൽ പെസഹായുടെ കാര്യമാണ് 17 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ കർത്താവ് പറയുന്നത്. 26-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നുവെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്ത് പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈതാലത്തിൽ മുക്കുന്നവൻ തന്നെയെന്ന് എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുത്ത യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന്, നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ
യേശു അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇതാ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ വലിയ പെസഹ, വലിയ കുർബാന, നമ്മൾ ആ പെസഹയുടെ ഓർമ്മയാണ് നമ്മൾ കൂടുന്നത്. അതുകൊണ്ട് ഈ വലിയ ദൗത്യം ചെയ്യുമ്പോൾ യൂദ പറയുന്നുണ്ട്, മുഖത്ത് നോക്കി യേശു അവനോട് പറയുന്നുണ്ട്, നീയാണ് കാണിച്ചു കൊടുക്കുന്നത്. യൂദായെ നമ്മൾ പലപ്പോഴും വിമർശിക്കുമ്പോൾ നമ്മളും ഇതുപോലെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ യൂദ യേശുവിനെ ഒറ്റിയതുപോലെ ഞാൻ നിങ്ങൾ യേശുവിനെ ഒറ്റുകയാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരേണ്ടതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും ഭക്ഷിച്ച് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ സാധിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവിൻ്റെ ആ ഒരു വലിയ സമ്മാനമാണല്ലോ വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് തന്നത്. അത് കർത്താവ് ത്യാഗത്തിലൂടെ ഞങ്ങൾക്ക് തന്നതാണല്ലോ. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അതിനെ ഭക്ഷിച്ച് പാനം ചെയ്യുന്ന ഞങ്ങൾ ശക്തിയോടെ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരുന്ന് വഴി നടത്തിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.